ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ സർക്കാരിന് 2025 തീരുമ്പോഴേക്കും വലിയൊരു ഫണ്ട് നമ്മൾ ജനങ്ങളെല്ലാവരും കൂടെ കൊടുക്കേണ്ടി വരും. കാരണം ഈ നമ്മുടെ ഈ ഇപ്പം പോകുന്ന നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ടാണെങ്കിലേ ജയിലുകളൊക്കെ നിറയും, തികയാതെ വരും. പിന്നെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും തികയാതെ വരും. ഈ പോകുന്ന ആൾക്കാരെ ഈ LKG ചേർക്കുന്ന പോലെ നേരെ അങ്ങോട്ട് വിളക്കുമ്പോൾ 10-20 പേരെ പുതിയ നിക്കർ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് അങ്ങോട്ട് വിടണ്ടേ? ഒരു മാറ്റം വരണ്ടേ? നേരം വെളുത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും 4-5 ആൾക്കാർ കൊല വിളിച്ചിട്ട് വരവുള്ളിറങ്ങുന്നവൻ പോയിട്ട് പിന്നെയും കൊല്ലുക. അപ്പോൾ അത്രയ്ക്ക് സുഖമല്ലേ അവിടെ? എന്നാ ഇതൊക്കെ മാറുന്നേ? മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി നമ്മൾ ഇരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഒരാൾ 5-6 പേരെ കൊല്ലുക എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങോട്ടായി പോകുന്നേ? നടക്കട്ടെ, ഫണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മളും തരാം, പറഞ്ഞാൽ മതി. നാട്ടിലിറങ്ങി ഒരു 6-7 പേരെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിഷേധം, റോഡ് മൊത്തം ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നടത്തി ഭയങ്കര ഉപരോധം. കാട്ടിലാനയെ പിടിച്ച് മേരിക്ക് കൊണ്ടുവന്ന് ഉത്സവം നടത്തും, അല്ലെങ്കിൽ മറ്റേ ആ പള്ളി പെരുന്നാളും അമ്പലത്തിലെ അല്ല നമ്മുടെ പള്ളിയിലെ കൊടിമരത്ത് ഉയർത്തലൊക്കെ അങ്ങോട്ട് നടത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആനയും കൊണ്ട് ഇറങ്ങിയിറായി ഒരു 5-6 പേരെ ചവിട്ടി ഉരുട്ടി താഴെയിട്ട് കൊന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സമാധി. ശുഭം, നടക്കട്ടെ, അടിപൊളി.